നമുക്ക് കുറച്ച് ടാഗുകൾ പഠിക്കാം. ആദ്യം നമുക്ക് ഡിവ് എന്ന് പറയുന്നൊരു ടാഗ് നോക്കാം. ഇപ്പം ഇത് കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ഡിവ് ടാഗുകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു പോർഷനിൽ ഡിവ്, അതിൻ്റെ താഴെ ഡിവ്, ഈ സൈഡിലുള്ളതിന് ഡിവ്, ഇവിടെ 2 സെക്ഷനിലെ ഡിവ്, ഇവിടെ താഴെയും ഡിവ്, നമ്മളിവിടെ എല്ലാം ഡിവുകളാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടാഗുകളുണ്ട്, സെമാൻറ്റിക് ടാഗുകൾ എന്ന് പറയുമ്പം ഈ ആദ്യത്തെ ഡിവ് കണ്ടോ, ഇതൊരു നാവ് ബാറായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാവ് എന്ന് പറയുന്നൊരു ഡിവ് ഉണ്ട്. ഇവിടെ ഈ താഴത്തേന് നമുക്ക് ഫൂട്ടറായിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫൂട്ടർ എന്ന് പറയുന്നൊരു ടാഗുണ്ട്. ഇവിടെ ഈ സൈഡിൽ നമ്മൾ കണ്ടിട്ടില്ലേ, സൈഡിൽ കുറച്ച് ലിസ്റ്റുകൾ, ഹോം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരത്തില്ലേ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അസൈഡ് എന്ന് പറയുന്നൊരു ടാഗ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സെക്ഷൻ, ആർട്ടിക്കിൾ, അങ്ങനെ കുറച്ച് ടാഗുകൾ നമുക്ക് എടുക്കാം. കാണിച്ചു തരാം. കണ്ടോ, നേരത്തെ ഈ ഒരു ഇമേജിനകത്ത് എല്ലായിടവും നമ്മൾ എന്തുമായിരുന്നു കൊടുത്തത്, ഡിവ് അല്ലായിരുന്നു കൊടുത്തേക്കുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ ഹെഡറിന് വേണ്ടിയിട്ടൊരു ടാഗ് ഉണ്ട്, നാവ് എന്ന് പറയുന്ന ടാഗ് ഉണ്ട്, എസൈഡ് എന്ന് പറയുന്ന ടാഗ് ഉണ്ട്, സെക്ഷൻ എന്ന് പറയുന്ന ടാഗ് ഉണ്ട്, ആർട്ടിക്കിൾ ടാഗ് ഉണ്ട്, ഫൂട്ടർ എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. ഇതിനകത്ത് വ്യത്യാസമൊന്നുമില്ല, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. HTML എടുത്ത് ബോഡിക്ക് താഴെ ഇപ്പം നമുക്ക് ഒരു നാവ് ബാർ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് നാവ് എന്ന് പറയുന്ന ടാഗ്, അതിൽ നമുക്കൊരു H2ൻ്റെ ഒരു എലമെൻറ്റ് കൊടുക്കാം. H2വിനകത്ത് ഹലോ വേൾഡ്, കണ്ട ഹലോ വേൾഡ്. പക്ഷെ ഇത് നമുക്ക് ഡിവിൽ കൊടുക്കാമെങ്കിലോ, H4 കൊടുക്കാവേ. കണ്ട സെയിം ആണ്, കാണുമ്പോൾ എന്താ ഔട്ട്പുട്ട് കാണുമ്പോൾ സെയിം ആണ്. ഹലോ വേൾഡ് ഇത് H2 കൊടുത്ത്, ഇത് H4 കൊടുത്ത്. പക്ഷെ നമുക്ക് നമ്മുടെ കോഡ് എടുത്ത് നോക്കുമ്പോഴോ, നാവിന് വേണ്ടി മാത്രം ഒരു ടാഗ്, ഡിവിന് വേണ്ടിയിട്ട് മാത്രം ഒരു ടാഗ്, അതുപോലെ തന്നെ ഹെഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ടാഗ് ഉണ്ട്. കണ്ട, ഇതിനകത്ത് നമുക്ക് കണ്ടൻറ്റ് കൊടുക്കാം. പിന്നെ ഫൂട്ടർ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ മറ്റേ കോപ്പിറൈറ്റ് ഒക്കെ കൊടുക്കത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ കോപ്പിറൈറ്റിന് സ്പെല്ലിങ് ശരി, CO ഉണ്ട്. കോപ്പി റൈറ്റ് 2024 എന്ന് കൊടുത്ത്. കണ്ടോ, പിന്നെ ഈ സൈഡിലൊക്കെ നമുക്ക് ലിസ്റ്റ് പോലെ വരത്തില്ല, ഹോം, എബൌട്ട്, കോണ്ടാക്റ്റ്, അങ്ങനെയൊക്കെ വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അസൈഡ് എന്ന് പറയുന്ന ടാഗ്, അത് നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റിൽ കൊടുക്കാം. ULനകത്ത് LAയിൽ എബൌട്ട്, അടുത്തത് ഹോം കൊടുക്കാം. LAയിൽ ഹോം, പിന്നെ LAയിൽ കോണ്ടാക്റ്റ്. ഓക്കെ, കാണിച്ചു തരാം, ഔട്ട്പുട്ട് കാണണം. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. ഓരോന്ന് ലിസ്റ്റിൽ കൊടുത്ത്, ഓരോ ഹെഡിങ്ങിൽ H2 ടാഗിൽ കൊടുത്ത്, അടുത്തത് അതുപോലെ തന്നെ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ടാഗിൽ കൊടുത്ത്. പക്ഷേ കോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നാവിൻ്റെ പോർഷനാണ്, ഇത് അസൈഡിൻ്റെ പോർഷനാണ്, ഇത് ഹെഡറിനകത്ത് കൊടുത്തതാണ്, ഇത് ഫൂട്ടറിനകത്ത് കൊടുത്തേക്കുവാണെന്ന്. അതുപോലെ തന്നെ നമുക്ക് സെക്ഷനകത്ത് കൊടുക്കാം. സെക്ഷനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പാരഗ്രാഫ്, ഇതുപോലെ എബൌട്ടസ് ഒക്കെ കാണത്തില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാം. ലോറം, അതുപോലെ തന്നെ ആർട്ടിക്കിള്, ഒന്നുകൂടെ ഒന്ന് ലോഡ് ചെയ്യട്ടെ. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ പഠിച്ച സെമാൻറ്റിക് ടാഗുകൾ. ഒന്നുകൂടെ കാണിച്ചു തരാവേ. ഹെഡർ ഉണ്ട്, നാവ് ഉണ്ട്, സെക്ഷൻ ഉണ്ട്, ആർട്ടിക്കിൾ ഉണ്ട്, അസൈഡ്, ഫൂട്ടർ. നമ്മൾ ഡിവിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഡിവ് യൂസ് ചെയ്യാം,
അതല്ലെങ്കിൽ നമുക്ക് ഓരോ സെക്ഷനായിട്ട് ഇപ്പം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാഗുകൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ HTML. ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. HTML-നകത്ത് നമ്മൾ എടുത്ത ടോപ്പിക്കുകൾ എന്താണെന്ന്. ആദ്യമേ നമ്മൾ HTML-ൻ്റെ സ്ട്രക്ചർ നോക്കി, രണ്ട് പാർട്ടായിട്ട് നിൽക്കുന്നത്, ഒന്ന് ഹെഡ് പാർട്ട്, ഒന്ന് ബോഡി പാർട്ട്. പിന്നെ നമ്മൾ ബോഡി പാർട്ടിനകത്ത് കുറച്ച് ടാഗുകൾ നോക്കി, ഹെഡിങ് ടാഗുകൾ നോക്കി, P ടാഗ് എന്താണെന്ന് പഠിച്ച്. P എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ്. പിന്നെ കുറച്ച് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ പഠിച്ച്. പിന്നെ നമ്മൾ ലിസ്റ്റ് പഠിച്ച്, ടേബിൾ പഠിച്ച്, ഫോം പഠിച്ച്. പിന്നെ കുറച്ച് ടാഗുകൾ ഈ മാർക്ക് യു, HR അങ്ങനെ കുറച്ച് ടാഗുകൾ പഠിച്ച്. പിന്നെ ഇന്ന് നമ്മൾ ഡിവ് എന്തുവാണെന്നും സെമാൻറ്റിക് ടാഗുകൾ എന്തുവാണെന്നും നമ്മൾ നോക്കി. ഇത്രയേ ഉള്ളൂ. നമുക്കിനി CSS നോക്കാം.